ഞാനത് പറഞ്ഞത് തെറ്റായി പോയോ? ഈശ്വരനെ, അപ്പൊ അവരെന്നെ ജഡ്ജ് ചെയ്യുമല്ലേ? കൂപ്പ് പേടിയാവുന്നു. ഇതൊക്കെ ആരടുത്ത് പോയി പറയും? ഹലോ, നമസ്കാരം. എൻ്റെ പേര് അഞ്ജലി ശിവരാമൻ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ? തിങ്ക് അബൌട്ട് സംതിങ് ഫോർ ടു മച്ച് ടൈം, അല്ലെങ്കിൽ കുറേ സമയത്തിലോട്ട് നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് വേവലാതിപ്പെടുക, അതിനൊക്കെ നമുക്ക് ഓവർ തിങ്കിങ് എന്ന് പറയാം അല്ലേ? അത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ ഓവർ തിങ്കർ എന്ന് പറയുന്നത്. നമുക്ക് യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ വീഡിയോസ് കാണാൻ പറ്റും. ഹൗ ടു ഓവർകം ഓവർ തിങ്കിങ്. ഓവർ തിങ്കിങ് എങ്ങനെ റിഡ്യൂസ് ചെയ്യാം, അതിനുള്ള 5 മാർഗങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അതേക്കുറിച്ചിട്ടല്ല ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആസ് എൻ ഓവർ തിങ്കർ, നമ്മളുടെ ലൈഫ് എങ്ങനെയാണ്, ലൈഫ് ഓഫ് എൻ ഓവർ തിങ്കർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഓവർ തിങ്കർ എന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും ലൈഫിൽ ഈ ഒരു കാര്യം ഒരു വട്ടെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. നീ എന്താ അതിന് മാത്രം ആലോചിച്ചു കൂട്ടണേ, അതൊക്കെ നിന്റെ തോന്നലാണ്. ഇല്ലേ, കേട്ടിട്ടില്ലേ? ഇല്ലെന്ന് പറയരുത്. നമ്മളങ്ങനെ ചിന്തിക്കണം എന്ന് വെച്ചിട്ട് ചിന്തിച്ചു പോണതല്ല, അതൊക്കെ അതിന്റെ വഴിക്ക് നാച്ചുറൽ ആയിട്ട് വരുന്നതാണ്. ഇനി ഞാൻ ഇതേക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യില്ല, ഞാൻ അതേക്കുറിച്ചൊന്നും വിചാരിക്കില്ല എന്ന് ചിന്തിച്ചൊന്നിരിക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ അയ്യോ, ഞാൻ എന്താ അതേക്കുറിച്ച് ചിന്തിക്കാത്തത് എന്നാലോചിച്ചിട്ട് നമ്മൾ ടെൻഷനാവും, അല്ലെങ്കിൽ അതേക്കുറിച്ച് ചിന്തിക്കും. അങ്ങനെയാണ് നമ്മൾ ഓവർ തിങ്കേഴ്സ്. നമ്മൾ ഈ ഓവർ തിങ്കേഴ്സേ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കും കേട്ടോ. ചെറുതിൽ തൊട്ട് വലിയ വലിയ കാര്യങ്ങൾ വരെ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ, അയ്യോ ഞാൻ ഇത് പറഞ്ഞത് തെറ്റാണോ, അല്ലെങ്കിൽ അവരെന്നെ എങ്ങനെ ജഡ്ജ് ചെയ്യും, ഇതെല്ലാം നമ്മൾ ആലോചിക്കും. പിന്നെ കൂടാതെ ചെറിയ ചെറിയ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു വിചാരിക്കും, ഇപ്പൊ ഒരു തലവേദന വന്നു വിചാരിക്കും, നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ കാട് കയറി ചിന്തിച്ച് അയ്യോ എനിക്കിനി വലിയ അസുഖമാണോ, അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. നിങ്ങളും ചിന്തിക്കാറില്ലേ? ഇല്ലെന്ന് പറയില്ലല്ലോ. നമ്മൾ ഈ ഭൂലോകത്തിനടിയിലുള്ള ഈ സൂര്യന് കീഴിലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും ആലോചിച്ച് ടെൻഷൻ ആവാറുണ്ട്. ഈ നമുക്കിതുപോലെ ടെൻഷൻ എന്തെങ്കിലും വന്നിട്ട് നമ്മളിപ്പോ നമ്മുടെ അടുത്തുള്ള ആരെങ്കിലും അടുത്ത് ഷെയർ ചെയ്യാന്ന് വിചാരിക്കും. അവര് പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് വട്ടാ. ഇതും കേട്ടിട്ടുണ്ടാവുമല്ലോ എല്ലാരും. യെസ്, ദിസ് ഈസ് അവർ ലൈഫ്. ഒരു ഓവർ തിങ്കറിനെ മറ്റൊരു ഓവർ തിങ്കറിന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ഓവർ തിങ്കിങ് നമ്മളെ നല്ല രീതിക്ക് എഫക്ട് ചെയ്യാറുണ്ട് കേട്ടോ. നല്ല ഇമോഷണലി നമ്മൾ വീക്ക് ആവാറുണ്ട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ആലോചിച്ചിട്ട്. ഈ ഓവർ തിങ്കേഴ്സ് ആയിട്ടുള്ള ആളുകളെ പൊതുവെ ഭയങ്കര പാവങ്ങളാണെന്നേ, ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള, മറ്റുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇമോഷൻസ് മനസ്സിലാക്കിയിട്ട് പെരുമാറാൻ കഴിവുള്ള ആളുകളാണെന്നേ, ഞാൻ ഉൾപ്പെടെ. പക്ഷേ പലപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ ചുറ്റുപാട് നിൽക്കുന്ന മനുഷ്യരെ അവരെ മനസ്സിലാക്കുന്നില്ല എന്നതാണ് സത്യം. ഓവർ തിങ്കിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പറയുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് എൻഗേജ്ഡ് ആയിട്ടിരിക്കാം എന്നതാണ് ലൈഫിൽ. അതൊരു പരിധിവരെ ശരിയാണ്. എങ്കിലും നമുക്കൊരു 5-10 മിനിറ്റ് കിട്ടിയാൽ മതി നമുക്ക് ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് കാട് കയറി ചിന്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇഫ് യു ആർ എൻ ഓവർ തിങ്കർ, എല്ലാം ശരിയാവുന്നേ. ഇതൊക്കെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ് അല്ലേ. പെട്ടെന്നെല്ലാം ശരിയാവണം എന്നൊക്കെ നമ്മൾ നിർബന്ധം പിടിച്ചാൽ നടക്കണമെന്നില്ലല്ലോ. പിന്നെ ഈ ഓവർ തിങ്കറിന്റെ ചുറ്റുമുള്ള ആളുകളുണ്ടല്ലോ, അവരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഒരാള് ഇതേക്കുറിച്ചിട്ട് സംസാരിക്കുവാണ് നിങ്ങളുടെ അടുത്ത്, അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ വിചാരിക്കുന്നുണ്ട്, എനിക്ക് ഇതുപോലെ തോട്ട്സ് ഒക്കെ വരുന്നുണ്ടെന്ന് ഷെയർ ചെയ്യുന്ന സമയത്ത് നിനക്ക് വട്ടാണ്, നിനക്ക് ഭ്രാന്താണെന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുന്നതിന് പകരം ഒന്ന് ചേർത്ത് നിർത്തിക്കഴിഞ്ഞാൽ ആ പ്രശ്നം ചിലപ്പോൾ അവിടെ സോൾവ് ആവും. മനുഷ്യരെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആരും മനസ്സിലാക്കാനാണ്, അല്ലേ? അപ്പൊ അത്രേ ഉള്ളൂ. കൂടെയുള്ള ആളുകളെ ചേർത്ത് പിടിക്കുക, സന്തോഷമായിട്ടിരിക്കുക, കീപ് സ്മൈലിംഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതെല്ലാം എൻ്റെ ഓരോ തോട്ട്സ് ആണ്, എൻ്റെ ഓരോ ചിന്തകളാണ്, എൻ്റെ ലൈഫിലുള്ള കുറച്ച് എക്സ്പീരിയൻസ് ആണ്. ഇതിപ്പോൾ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പം ഇത്രേ ഉള്ളൂ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.